ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് കേവലം ഒരു ദിനാചരണം മാത്രമല്ല. അത് അറിവിനെയും സംസ്കാരത്തെയും ആദരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി.എൻ. പണിക്കരുടെ ചരമദിനമായ ഈ ദിവസം വായനയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താനും ലക്ഷ്യമിടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം വായനയ്ക്കും ഗ്രന്ഥശാലകൾക്കും വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി.എൻ. പണിക്കർ കേരളത്തിൻ്റെ സാക്ഷരതാ ചരിത്രത്തിൽ ഒരു നിർണായക സ്ഥാനം വഹിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത മുദ്രാവാക്യം. ഒരു ഗ്രാമവും ഒരു പുസ്തകശാലയുമില്ലാതെ ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ചു. ഓരോ വീട്ടിലും ഒരു പുസ്തകമെങ്കിലും എത്തണം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാധാരണ ജനങ്ങളിലേക്ക് വായനയുടെ വെളിച്ചം എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ച് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകൾക്ക് അദ്ദേഹം രൂപം നൽകി. ഈ ഗ്രന്ഥശാലകൾ കേവലം പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ എന്നതിലുപരി ഗ്രാമീണ ജനതയുടെ സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറി. 1996 മുതൽ കേരള സർക്കാർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിൽ നിന്നാരംഭിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരവും ചിലപ്പോൾ ഒരു മാസം നീളുന്ന വായനാ മാസവും സംഘടിപ്പിക്കാറുണ്ട്. വായനയുടെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കുകയും പുസ്തകങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നതുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. വായന എന്നത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ വായിക്കുന്നത് മാത്രമല്ല, അതിലൂടെ പുതിയ അറിവുകൾ നേടുകയും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വായന ഒരു വ്യക്തിയുടെ ബുദ്ധിയെയും വികാരങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. അറിവിൻ്റെ അനന്ത സാധ്യതകൾ. വായനയിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ചരിത്രം, ശാസ്ത്രം, തത്വചിന്ത, സാഹിത്യം, കല തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് നേടാൻ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇത് നമ്മുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുകയും ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭാഷാപരമായ കഴിവുകൾ. കൂടുതൽ വായിക്കുന്നത് നമ്മുടെ ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പുതിയ വാക്കുകൾ, ശൈലികൾ, വ്യാകരണ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് നാം അറിയുന്നു. ഇത് നമ്മുടെ സംസാരത്തിലും എഴുത്തിലും കൂടുതൽ വ്യക്തതയും ഒഴുക്കും നൽകുന്നു. ചിന്താശേഷിയുടെ വികസനം. വായനയിലൂടെ നമ്മൾ വിവിധ കാഴ്ചപ്പാടുകളെയും ചിന്താധാരകളെയും പരിചയപ്പെടുന്നു. ഇത് നമ്മുടെ വിമർശനാത്മക ചിന്താശേഷിയെ ഉത്തേജിപ്പിക്കുകയും പ്രശ്നങ്ങളെ കൂടുതൽ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് കാണാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. സർഗാത്മകതയുടെ ഉണർവ്. പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കും. മാനസികാരോഗ്യം. തിരക്കേറിയ ജീവിതത്തിൽ വായന ഒരുതരം തെറാപ്പിയാണ്. സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും വായന സഹായിക്കും. നല്ല പുസ്തകങ്ങളിൽ മുഴുകുന്നത് നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുകയും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. സാമൂഹിക അവബോധം. വിവിധ സംസ്കാരങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. ഇത് നമ്മളിൽ സഹാനുഭൂതിയും സാമൂഹിക അവബോധവും വളർത്തുന്നു. അതുവഴി ഒരു നല്ല പൗരനായി മാറാൻ സഹായിക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകൾ, കോളേജുകൾ, ലൈബ്രറികൾ എന്നിവിടങ്ങൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രസംഗ മത്സരങ്ങൾ, ക്വിസ് പരിപാടികൾ, പുസ്തക പ്രദർശനങ്ങൾ, സെമിനാറുകൾ, പുതിയ പുസ്തക പ്രകാശന ചടങ്ങുകൾ എന്നിവ ഇതിൽപ്പെടുന്നു. പ്രമുഖ വ്യക്തികളെയും എഴുത്തുകാരെയും ക്ഷണിച്ചു വരുത്തി പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വായനയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാനും പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനും ഈ പരിപാടികൾക്ക് കഴിയും. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി ബാലസാഹിത്യ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് പുസ്തക വായനയുടെ പ്രസക്തി കുറയുന്നുണ്ടോ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം.
എന്നാൽ സാങ്കേതികവിദ്യ എത്ര വളർന്നാലും പുസ്തക വായനയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ബുക്കുകളും ഓഡിയോ ബുക്കുകളും വായനയെ കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും അച്ചടിച്ച പുസ്തകങ്ങൾ നൽകുന്ന അനുഭവം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. വായനാ ദിനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിളക്കുമാടമാണ് വായന എന്ന് ഈ ദിനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും വായനയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും വരും തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യം പകർന്നു നൽകാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പുസ്തകങ്ങളിലൂടെ വളരുന്ന ഒരു സമൂഹം ചിന്താശക്തിയും വിവേകവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയും അതുവഴി ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യും.